ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടല്ല, ഞങ്ങളിന്ന് എറണാകുളമൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. കുട്ടികളും മക്കളും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പാടിയും കൂടിയിട്ട് ക്രിസ്മസൊക്കെ അല്ലേ, അപ്പോൾ ഏതായാലും ഇന്നൊരു ദിവസം നമുക്ക് ഒഴിവുണ്ട്. അപ്പോൾ എന്നാൽ ഇന്ന് എങ്ങടേലൊക്കെ പോവാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പ്ലാൻ ചെയ്തു. ചെറുതായിട്ടൊന്ന് എറണാകുളം ലുലുമോളൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. എറണാകുളം പോകുന്നതിലുള്ള ആ ഒരു സന്തോഷവും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ആദ്യത്തെ യാത്രയും കൂടിയാണ്. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ പോണത്. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മെട്രോയിൽ പോകുകയാണ്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇനി മെട്രോയിൽ കയറാണ് കേട്ടോ. അങ്ങനെ മെട്രോയിൽ അവിടെ ഒരുക്കിയ നല്ലൊരു മനോഹരമായ പുൽക്കൂടാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല മനോഹരം വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു പുൽക്കൂട് തന്നെയായിരുന്നു അത്. എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. എനിക്ക് നല്ല ഇഷ്ടമായി എന്തായാലും. അപ്പോൾ ഇതാണ് ഈ മെട്രോയിൽ നമുക്ക് ഒരുക്കിയിട്ടുള്ള നല്ലൊരു പുൽക്കൂട്. നോക്കൂ അല്ലേ, എന്തൊരു ക്യൂട്ടാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളാകെ ഒരു ദിവസത്തിനുള്ള ഒരൊറ്റ കറക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ദൂരത്തേക്കൊന്നും പിന്നെ കുറേ കറങ്ങാനൊന്നും നമുക്ക് ടൈമില്ല. ഏതായാലും ലുലുമോൾ മാത്രം കാണാൻ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നും കൂടിയാണ് കരുതിയിട്ടുള്ളത്. പിന്നെ മറൈൻ ഡ്രൈവും അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോകാനൊക്കെ നല്ല പൂതിയുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ സമയം ശരിയല്ല. ഞങ്ങൾക്ക് വൈകുന്നേരം 5:15 ട്രെയിൻ തിരിച്ച് നാട്ടിലേക്കുണ്ട്. അപ്പോൾ അതിന് തിരിച്ച് പോരും വേണം. അപ്പം ഞങ്ങളെന്തായാലും മെട്രോയിലൊക്കെ കയറി മെട്രോ വന്ന് നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മെട്രോയിലും കയറുന്നത് കേട്ടോ. ഇതുവരെ അതും കയറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും മെട്രോയിലൊക്കെ കയറി. ഇമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ അവിടെ സീറ്റിലിരുന്നു, മക്കളൊക്കെ അവിടെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലുമോളിൻ്റെ അവിടെ ചെന്നിട്ട് നേരെ ഇറങ്ങാണ്. കണ്ടില്ലേ, മെട്രോയിൽ പോണ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ലിയമോൾക്കൊക്കെ നല്ല പൊലിവായിക്കണം. എന്തായാലും സ്കൂളിൽ നിന്ന് പോകണുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എന്താണെന്നാവോ സ്കൂളത്തെ പോക്ക് നീണ്ടു പോയിക്കണം. ഞങ്ങൾ ലുലുമോളിൻ്റെ എൻട്രൻസിൽ എത്തിക്കണു. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മളെ മെട്രോ വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മുകളിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ താഴത്തേക്ക് വരണം. നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ നിലയിലാണ് ഇത് വന്ന് നിൽക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നൈ പാടന്നെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെ നമ്മൾ കണ്ടു. എന്താ വെച്ചാൽ ക്രിസ്മസൊക്കെ അല്ലേ, അപ്പൂപ്പനൊക്കെ അവിടെ ഉഷാറായി കസാരയിലിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാതും ഇങ്ങനെ നോക്കി കണ്ട് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട് മക്കൾ. ചെറിയറ്റങ്ങൾ രണ്ടെണ്ണം പെട്ടെന്നാണ് ഓല കണ്ണിൽ ഈ ഒരു സെക്ഷൻ പെട്ടത്. ലിയമോളും സോനുവും വേഗം ഓടി. ഞാനോളും മോശമൊന്നുമല്ല, അബിക്ക് സ്വന്തം ഫ്രണ്ടിനെ കിട്ടി. പിന്നെ ഈ ടോയൊക്കെ കണ്ടപ്പോഴേ പിന്നെ ഓല നിലപാടൊക്കെ ആകെ മാറി. ഇതുവരെ ഉണ്ടായിരുന്ന കളിഞ്ചിരിയൊക്കെ മാറി. പിന്നെ ഇങ്ങനെ ചില ആൾക്കാരെ കണ്ണൊക്കെ പൊട്ടാൻ തുടങ്ങി. കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം നിറയാനും ഓരോ ഐറ്റംസുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ വിലയൊക്കെ നോക്കുമ്പോൾ നമ്മളെ കണ്ണിലും വെള്ളം നിറയും. അതോടെ പിന്നെ ആ ഒരു പൂതിയൊക്കെ നമ്മൾ മെല്ലെ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ടോയ്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു നോക്കുമ്പോൾ സോനുവിനും തന്നെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടെന്ന്. അപ്പോഴാണ് ഇതൊന്ന് ശ്രദ്ധയിൽ പെട്ടത്. എന്നാൽ പിന്നെ ഒന്ന് ചൂണ്ടലിട്ട് പിടിക്കാൻ വിചാരിച്ചോ, ഒരു മീനയിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം നിന്ന് മെനക്കിട്ടു. ലാസ്റ്റ്
ഒരു മീൻ കൊത്തിയിട്ടോ, അബിക്കൊരു മീൻ കൊത്തി. പിന്നെ ലിയമോള് നോക്കി നോക്കി കിട്ടിയില്ല. എല്ലാവരും ഒന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചു. നമ്മളെന്തായാലും നമ്മളെ സ്വഭാവം കാണിക്കാതിരിക്കൂലല്ലോ എവിടെ ചെന്നാലും. ചൂണ്ടലും കൊളുത്തും കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചൂണ്ടാത്തവൻ ആരാളുള്ളത്. അപ്പോൾ നമ്മളെ സ്വഭാവം കാട്ടി അതിലൊരു മീനെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഒരു പൂതിയായി. ലിയമോള് ഒന്ന് ചൂണ്ടലിട്ട് നോക്കി, ഇമ്മാക്കും പൂതിയായി, അതിൽ ഇമ്മ ഇട്ട് നോക്കി. പാവമ്മക്കൊറ്റൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ലിയമോള് ചൂണ്ടൽ പിടിച്ചമർത്തി ഒരു മീനെ കൊത്തിച്ചു കേട്ടോ. അങ്ങനെ ലിയമോളൊന്നിനെ കിട്ടിയെന്ന് മനസ്സമാധാനം കൊണ്ടു. പിന്നെയാണ് ഇയാൾ വെള്ളത്തിൽ കടന്നിങ്ങനെ ഓടുന്നത് കണ്ടത്. ആരാണ് നോക്കുമ്പോൾ ഒരു പോക്കറാച്ചിയാണ്. കുറച്ചു നേരം അതിനും നോക്കി നിന്നു. പിന്നെ അങ്ങനെ പോയി. എന്തായാലും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതേതായാലും അടിപൊളിയായി. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് നമുക്ക് കണ്ണിന് കുളിർമയുള്ള കുറേ കാഴ്ചകളുണ്ട്. കണ്ണിന് ഇപ്പോൾ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതിന് എല്ലായിടം ഒന്ന് പോയി കാണാൻ വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഈ വന്ന ആൾക്കാരിൽ ഒരാളെ കയ്യിലും ഇല്ല അവിടുന്ന് ഒരു പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കവറോ കാര്യങ്ങളോ ഒന്നും. എല്ലാവരുടെ കയ്യിലുണ്ട് എന്തേലും ഒരു നൊച്ച സാധനവും, അതിക്ക് ഒരു ചെറിയൊരു കുഞ്ഞി കവറും. ഇത്രയും വലിയൊരു മോളിൽ വന്നിട്ട് ഒന്നും തൊടുന്നില്ല. അതാണ് പിന്നെ നമുക്കും സമാധാനമായിരുന്നു. നമ്മൾ മാത്രം വാങ്ങാതാവുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ, നമ്മളെയൊക്കെ മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് കുറവ് എന്ന് വിചാരിച്ചില്ലേ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെയാണ് അവിടെ വന്ന 95% ആൾക്കാരുടെ അവസ്ഥ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ മേടിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കാര്യപ്പെട്ട അവിടെ വാങ്ങിക്കണത് ഫുഡ് മാത്രമേ ഉള്ളൂ. അത് വാങ്ങിച്ചിട്ട് എല്ലാവരും അവിടെ പോയി കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ടോയ്സ് കളിയുള്ള ആ പാർക്കിൻ്റെ പോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. കുറേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി. അപ്പോൾ എന്ത് ചെയ്തു, ഓൽക്ക് എല്ലാറ്റിലും കയറണം. അപ്പം നോക്കുമ്പോഴല്ലേ അതിക്കും വലിയ വിറ്റ്. അതിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 700 രൂപയുടെ ഒരു കാർഡ് എടുക്കണം. പിന്നെയാണ് അവിടെ ചെല്ലിനനുസരിച്ച് പോയിൻ്റ് കുറയിലും വെക്കലൊക്കെ. എന്തായാലും കുറച്ചേരൊക്കെ അങ്ങനെ നോക്കി നിന്നിട്ട് മെല്ലെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്നാണ്ട് എസ്കേപ്പായി. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ കിടാങ്ങൾ ഞമ്മക്കിട്ട് പണി തരും. അതിൻ്റെ ഉള്ളിലൊക്കെ അതാ ജീവനും കൊണ്ട് ബോന്നറിയുന്നുണ്ട്. എന്ത് ജാതി ആർക്കലാണെന്നറിയോ. കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് അവനാൻ്റെ ജീവൻ പോകുമെന്ന് പേടിച്ചിട്ട് സംഭവം രസമാണ്. ഒരാൾ കാട്ടുന്നത് കാണുമ്പോൾ നമുക്കും രസമാണ്. ഓല് നിൽക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായി. പക്ഷേ കയറിയ ഒരൊറ്റ ആൾക്കാരെ ചിറിയും അത്തരം സന്തോഷത്തിൻ്റെ പുഞ്ചിരിയല്ല കണ്ടത്. എല്ലാവരും ഇങ്ങനെ കണ്ണൊക്കെ നട്ടലിച്ച് എന്താ പറയുക, ഇങ്ങനെ പേടിച്ച് എന്തൊക്കെ ആയി. കുറേ ആൾക്കാർക്ക് തല മിന്നി. ഇതിങ്ങനെ ഇട്ട് വട്ടം ചുറ്റി ചുഴലിക്ക് തന്നെയല്ലേ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും മനക്കട്ടിയും തൊലിക്കട്ടിയൊക്കെ ഉള്ളവർക്ക് തന്നെ വെയ്ക്കുള്ളൂ. അതുമാതിരി ഹാർട്ടിന് പ്രശ്നമുള്ളവർ, പ്രഷറുള്ളവർ, BP ഉള്ള ആൾക്കാർ, അവർക്കൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾ അവിടുന്ന് മെല്ലെ അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് താഴെ ഇങ്ങനെ ഓരോ ഫ്ലോറും ഇറങ്ങി വന്നപ്പോൾ പിന്നെ അത് ഒക്കെ ഒന്നിങ്ങനെ നോക്കി ചെരുപ്പൊക്കെ ഒന്ന് കണ്ടേക്ക് നമുക്കൊന്നും തന്നെ ഒന്ന് ഇട്ടോക്കാനൊക്കെ പൂതിയായി. ഇതൊക്കെ എല്ലാ ഭാഗവും നമ്മൾ എന്തായാലും ഓടിച്ചാടി നടന്നു. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളൊരു 11:30 മണിയായപ്പോൾ തന്നെ അവിടെ എത്തിക്കണം. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ 5:15 പിന്നെ ഞങ്ങൾക്ക് ട്രെയിനുള്ളൂ. അപ്പോൾ അത്ര സമയം വേറെ എവിടേക്കും പോവാതെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതാണ് പിന്നെ ഇവിടേക്ക് മാത്രം പോരുകൊണ്ടാണ് കേട്ടോ. മറ്റ് സ്ഥലങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമുക്കിട്ട് സമയവും ഉണ്ടാവില്ല, എവിടെയും ഒന്നിനും ഇതും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഇവിടെ മാത്രം ഒതുക്കി. അതാകുമ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നിന്നാൽ മതിയല്ലോ. അത്യാവശ്യം കാണാനും കുട്ടികൾക്ക് അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോരാൻ നേരം 4 മണിയൊക്കെ ആയപ്പോഴത്തിന് നല്ലോണം ആൾക്കാർ വരവ് തുടങ്ങി. ഞങ്ങൾ പോന്ന് താഴത്തെത്തിട്ടോ. താഴത്ത് സാധാരണ എൻട്രൻസിൽ ഫസ്റ്റ് വരേണ്ടതാണ്. പക്ഷെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ടാണല്ലോ ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ എന്താ പറയുക, ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്നൊക്കെ അവകാശപ്പെടുന്ന
വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ലുലു മാളിനെക്കാട്ടിലും ഹൈറ്റിലാണ് അതിൻ്റെ ഉയരം വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ഇനി സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പിന്നെ പോണത്. ഇവിടെയാണ് നമ്മൾക്ക് കുറച്ച് കാശൊക്കെ ചിലവായിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ കുറച്ച് കഴിക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കാണണം. ഫുഡിൻ്റെ ഏരിയ ആവുകൊണ്ട് പിന്നെ ഇവിടെ നമ്മൾ കൺട്രോളൊക്കെ തെറ്റും. അവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാതെ പോന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നല്ലൊരു നിലയിലായി. അപ്പോൾ ഇതൊക്കെ ബണ്ണിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഡോണറ്റ്സും അതേപോലെ തന്നെ കേക്കുകളും അങ്ങനെയൊക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റംസുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നമ്മൾ ഡോണറ്റ്സും കേക്കും അങ്ങനത്തതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മളവിടെ ഉണ്ടാക്കി വെച്ച കുറച്ച് സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഞങ്ങളവിടെ ഇരുന്നങ്ങാണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നങ്ങാണ്ട് കഴിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് പൂതിയില്ലാഞ്ഞിട്ടല്ല, നടക്കണ്ടേ. മനോഹരമായിട്ടുള്ള വേറൊരു പുൽക്കൂടാണിത്. ഇത് ലുലുമാളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പുൽക്കൂടാണ് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചത് മെട്രോൻ്റെ ആയിരുന്നു. ഇപ്പോൾ ഉള്ളത് ലുലു മാളത്തെ പുൽക്കൂടാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല മാൻകുട്ടികളും അതേപോലെ തന്നെ ആടുകളും പിന്നെ എന്താ പറയുക, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, യേശുവും മാലാഖമാരും എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു പുൽക്കൂടാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കണ്ടോ ലൈറ്റൊക്കെ കത്തുന്നത്. അങ്ങനെയൊക്കെ അങ്ങനെ നമുക്കൊരു 70 ദിവസം കിട്ടിയതുകൊണ്ട് എന്തുണ്ട്, ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോരാൻ പറ്റി. തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മെട്രോയിൽ തന്നെ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനും കയറി. 5:15 കഴിഞ്ഞ് 6 മണിയൊക്കെ ആവാനായപ്പോത്തിന് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തും കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ. പിന്നെ കുട്ടികൾ ഞങ്ങൾ ഇതേപോലെ ആണ് ഇരുന്നത്. അവിടുന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഓല് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയിലൊക്കെ പങ്കെടുത്തിട്ട് വരുന്ന കുട്ടികളാണ്. അങ്ങനെ ഓരോറ്റൊക്കെ അങ്ങനെ കമ്പനിയായി. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മ ആകെ ക്ഷീണിച്ചു. ഉമ്മ കയറി കിടക്കൽ തുടങ്ങി. സോനുമോനും ഉമ്മാനെ കൊട്ടി ഉറക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവനാണ് നമ്മളെ മെയിൻ. ഇവൻ്റെ പേരാണ് നിവിൻ. ഓന് നല്ല കോച്ചാണ് കേട്ടോ. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓന് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ്. നല്ല ഭാവിയുള്ള കുട്ടിയാണ്. എന്തെങ്കിലുമൊക്കെ ഓനും നല്ല ഉയരങ്ങളിലെത്തി നമ്മൾ അറിയപ്പെടുന്ന നല്ലൊരു പ്ലെയർ ആവട്ടെ. നല്ല കുട്ടികൾ എന്തായാലും. അങ്ങനെ നമ്മൾ ഓലോട് അത്യാവശ്യം കമ്പനിക്കായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കുറ്റിപ്പുറം തന്നെ എത്തി. ഞങ്ങളെ യാത്ര കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം.